നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാനൽ എക്സിന്റെ ജനപ്രിയ പരിപാടിയായ മീറ്റ് ദ ഗസ്റ്റ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട് ഇന്ന് പല തട്ടിപ്പുകൾക്കും കേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ചാനലുകളിൽ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമായി ടൈം സ്ലോട്ട് വന്നതുപോലെ തട്ടിപ്പ് വാർത്തകൾക്കും ഒരു ടൈം സ്ലോട്ട് തുടങ്ങാൻ ചാനൽ എക്സ് തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ആളുകൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ്. കൂടാതെ തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങളും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ രമ്യ. അപ്പോൾ നമുക്ക് ഇന്നത്തെ തട്ടിപ്പിനിരയായ 2 പേരെ ഗസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ശ്രീധരൻ സാറും സുരേന്ദ്രൻ സാറും. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഗീവ് ദം എ ബിഗ് അപ്ലോസ്. ആദ്യം ശ്രീധരൻ സാർ തന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. പ്ലീസ് സാർ. ആദ്യമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ സാർ. ഞങ്ങൾ തട്ടിപ്പുകാരല്ല, തട്ടിപ്പിനിരയായ ആളുകളുടെ പ്രതിനിധികളാണ്. പിന്നെ ഞങ്ങളെ സ്വീകരിക്കാനും കയ്യടിക്കാനും പറഞ്ഞത് എന്തിനാണെന്നും മനസ്സിലായിട്ടില്ല. അത് സാർ, തട്ടിപ്പിലകപ്പെട്ട അല്ലെങ്കിൽ ഓരോ നിമിഷവും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ടവരും പണക്കാരുമായ നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനധികം ചാനലുകളും പത്രങ്ങളും വരെ ഞങ്ങളെ പല വാർത്തകളും ടെലികാസ്റ്റ് ചെയ്ത് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. സോറി സർ, ഞങ്ങൾ മീഡിയക്കാർ എന്ത് വാർത്തകളാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് പത്രങ്ങളെയാണ്. 1-2 ആഴ്ച മുമ്പ് നോട്ട് നിരോധനം വരുന്നുവെന്നും ഡിജിറ്റൽ കറൻസി വരുന്നുവെന്നും മറ്റുമുള്ള തെറ്റിദ്ധാരണാജനകമായ റിപ്പോർട്ടുകൾ 1-ാം പേജിൽ കൊടുത്തത് ഈ ചാനലിന്റെ പത്രമായ ജനശബ്ദമല്ലേ? അന്ന് എല്ലാ വായനക്കാരും എത്ര ടെൻഷൻ അടിച്ചു എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ശരിയാണ് സർ. അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളതിന് തിരുത്തും കൊടുത്തിരുന്നു. അത് മതിയല്ലോ. ഒരു തിരുത്ത്. എന്തൊക്കെ തട്ടിപ്പുകളാ! ബാങ്ക് തട്ടിപ്പുകൾ, ATM, പാർസൽ, ലോണ്, നിക്ഷേപം എന്നീ മേഖലകളിലെ തട്ടിപ്പുകളെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. പണ്ട് തേക്കും മാഞ്ചിയവും ആട് വളർത്തലുമായിരുന്നെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് രംഗത്തെ അറിവില്ലായ്മ മുതലെടുത്താണ് തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന് മാത്രം. അത് സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഇതിന്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കുന്നത് ഞങ്ങൾ സാധാരണക്കാരല്ലേ. ഇനി ആളുകൾക്ക് തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഹൃദയം കാണിച്ചു കൊടുത്താൽ പോലും ചെമ്പരത്തിപ്പൂവാണെന്നേ പറയൂ. സർ, നമുക്ക് സമയക്കുറവുണ്ട്. ഞാനിങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. സാറിന് നേരിട്ട ഒരു അനുഭവം ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കുക. 2 ആഴ്ച മുമ്പ് ഒരു കൂട്ടര് ഉത്സവ പിരിവിന് വന്നിരുന്നു. അതില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് റെസീറ്റ് ബുക്കും നോട്ടീസും ഒക്കെ തന്നു. 500 രൂപ ഡൊണേഷൻ ഞാനും കൊടുത്തു. ഓക്കെ സർ. ഉത്സവത്തിന് 1 ആഴ്ച മുമ്പ് വേറൊരു കൂട്ടര് വന്നു. ഇതേ ഉത്സവം. ഞാൻ അവരോട് മുമ്പേ പിരിവ് കൊടുത്ത കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആദ്യം വന്നവര് തട്ടിപ്പുകാരായിരുന്നു എന്ന്. ഓ, എന്നിട്ട് സാർ കംപ്ലൈന്റ് കൊടുത്തില്ലേ? എന്ത് കംപ്ലൈന്റ്? അതിലൊക്കെ എന്ത് കാര്യ? കംപ്ലൈന്റ് ഒക്കെ അതിന്റെ വഴിക്ക് എങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോ നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം സർ. റെസീറ്റ് ബുക്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കണം. റെസീറ്റിലെ സീലൊക്കെ ഒന്ന് ഉറപ്പുവരുത്തണം. എന്റെ വീട്ടിലെ അനിയൻ കിടപ്പ് രോഗിയാണ്. അവനെ ശുശ്രൂഷിക്കാൻ ഒരു ഹോം നേഴ്സ് ഉണ്ട്. കഴിഞ്ഞ തവണ അയാൾ നാട്ടിൽ പോയപ്പോ ചില തുണിത്തരങ്ങളൊക്കെ അലമാരയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കുറെ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞാണ് തിരിച്ചു കിട്ടിയത്. ഓ, അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ സർ. സത്യം പുറത്തു കൊണ്ടുവരണം. അയാള് പോയാല് വേറൊരാൾ വരുമല്ലോ. ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ കേൾക്കെ പണത്തിന്റെ കാര്യങ്ങളോ വീടിന്റെ താക്കോലിന്റെയും അലമാരയുടെയും സ്വർണത്തിന്റെയും ഒക്കെ കാര്യം പറയരുതെന്ന് ആളുകളെ അപായപ്പെടുത്തുന്നവർ കൂടിയുണ്ട്. ഇപ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് കഴിക്കാറുള്ളൂ. അപ്പോ ശ്രീധരൻ സാർ നമ്മളോട് സാറിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഏതായാലും സാറിന് നല്ലൊരു കൈയടി കൊടുത്തേ. ഒരു കയ്യടിയും വേണ്ട. മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയണേ എന്നാണ് ഈ വയസ്സുകാലത്ത് എനിക്കുള്ള ഒരു പ്രാർത്ഥന. ഓക്കെ സർ. നൗ ലെറ്റ്സ് വെൽക്കം സുരേന്ദ്രൻ സർ. ഒരു നല്ല കൈയടി കൊടുത്തേ.
സത്യം പറഞ്ഞ എനിക്ക് നാട് വിടാനാ തോന്നണത്. എന്തു പറ്റി സർ? ഞാൻ ഇത്ര കാലമായിട്ട് സമ്പാദിച്ച ഗുഡ് വില്ല്, സൽപ്പേര് എല്ലാം പോയി. പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. പ്ലീസ് സർ പറയൂ. എന്ത് പറയാനാ, ഒരു NGOയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം പറയുന്നത് അവരെ തട്ടിപ്പുകാർ വഞ്ചിച്ചു എന്നാ. കേസും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങള് എല്ലാ ദിവസവും ന്യൂസ് ലൈവാക്കി നിർത്തുന്നുണ്ട്. എന്ത് കാര്യം, പുതിയൊരു വിഷയം കിട്ടിയാ നിങ്ങൾ ഇത് വിടും. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഭാര്യ, മക്കൾ, അവരെങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. പറയൂ സർ. നിങ്ങൾ ചാനലുകാർ തന്നെ ഞങ്ങളുടെ സങ്കടം വിറ്റ് കാശാക്കല്ലേ? നല്ല റേറ്റിംഗ് കിട്ടുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സീരീസ് തന്നെ നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ച്? ഓ മൈ ഗോഡ്, ഇത് ലൈവാണ് സർ. സ്റ്റോപ്പ് ക്യാമറ, ലൈറ്റ്സ് ഓഫ്. ചാനൽ ഹെഡിനോട് ഞാൻ ഇനി എന്ത് പറയും? കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.